Hello all, welcome to Premier Entrance Preparation Program. CUET യു ജിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. CUET യു ജി 2023യുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരുപാട് വളരെ പ്രത്യേകതകളോടുകൂടി തന്നെയാണ് ഈ വർഷവും എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വർഷം കുറച്ച് നേരം വൈകിയായിരുന്നു എൻട്രൻസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും അതിൻ്റെ എക്സാമിനേഷൻ നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം വളരെ നേരത്തെയാണ്. ഫെബ്രുവരിയിൽ ഈ മാസം നോട്ടിഫിക്കേഷൻ വന്നു. മാർച്ച് 12 വരെ അപേക്ഷിക്കാനുള്ള അവസാനത്തെ തീയതിയാണ്. അപ്പോൾ എങ്ങനെയാണ് എൻട്രൻസ് എക്സാമിനേഷന് അപേക്ഷിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ വിശദമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് പിറകിൽ കാണാവുന്നത് പോലെ തന്നെ ഇതിൻ്റെ എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും പബ്ലിഷ് ചെയ്യുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത് CUETയുടെ വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് CUET.samarth.ac.in എന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻട്രൻസ് എക്സാമിനേഷനിലേക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിൽ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. എത്ര ദിവസം വരെയാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടക്കുക, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ എത്ര വരെയാണ് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എത്ര സമയം വരെ കറക്ഷൻസ് ഉള്ള സമയം ഉണ്ടാവും, അതുപോലെ തന്നെ എക്സാമിനേഷൻസ് നടക്കുന്ന സമയം വരെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ബേസിക് നോട്ടിഫിക്കേഷനാണ്. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൂടി കൊടുത്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സിലബസ്, യൂണിവേഴ്സിറ്റീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി രജിസ്ട്രേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ആദ്യത്തെ പ്രോസസ്സ് നമ്മൾ രജിസ്റ്റർ എന്ന് പറയുന്ന കാര്യം ചെയ്യുക എന്നതാണ്. ആദ്യം തന്നെ പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് മസ്റ്റ് റീഡ് കെയർഫുള്ളി ദ ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡിങ് ഹൗ ടു ഫിൽ അപ്പ് ദ അപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ ഗിവൺ ഇൻ ദി ഇൻഫർമേഷൻ ബുള്ളറ്റിൻ. വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്ന സ്വഭാവത്തിൽ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഇൻഫർമേഷൻ ബുള്ളറ്റിന് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തതായിട്ട് കാണാം. അതിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. CUET യു ജിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ്, ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണുള്ളത് തുടങ്ങിയിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അതൊക്കെ വായിച്ച് നോക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ഏതൊക്കെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള എല്ലാ വിശദാംശവും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയി ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് കടക്കുന്ന സമയത്ത് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് മാത്രം കൊടുക്കാനുള്ള ഓപ്ഷൻ മാത്രമേ CUETയിലുള്ളൂ. CUETയിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ വേറെ ആപ്ലിക്കേഷൻ കൊടുക്കാനൊന്നും കഴിയില്ല. ഇൻസ്ട്രക്ഷൻസ് കൃത്യമായി വായിച്ച് നോക്കിയതിന് ശേഷം, ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം, നിങ്ങൾ എലിജിബിലിറ്റി ഒക്കെ നോക്കിയതിന് ശേഷം പ്രധാനമായിട്ടും 3 സ്റ്റെപ്പുകളാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ഫോമാണ്, രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്ലിക്കേഷൻ ഫോമാണ്, മൂന്നാമത്തെ സ്റ്റെപ്പ് ഫീ പേയ്മെൻ്റ് ആണ്. ഇങ്ങനെ 3 സ്റ്റെപ്പുകൾ. അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ കറക്റ്റില്ല എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തായിട്ട് കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. അതിലെന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഐ ഹാവ് ഡൗൺലോഡഡ് ആൻഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ആൻഡ് റെഡ് അണ്ടർസ്റ്റുഡ് ഓൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് മെൻഷൻഡ് അബോവ് എന്ന് പറഞ്ഞിട്ട് അപ്രൂവ്, നമ്മൾ റെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കാണാം. ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കാണാൻ ഞാനിവിടെ ഒരു ഡമ്മി രജിസ്ട്രേഷനാണ് നടത്താൻ പോകുന്നത്. ഞാൻ കൊടുക്കുന്ന ഇൻഫർമേഷൻ പൂർണ്ണമായിട്ടും ശരിയായിക്കൊള്ളുന്നില്ല. ഞാൻ ഫോർ ദ സേക്ക് ഓഫ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. ഞാനിവിടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അതിൽ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഓരോരോ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുക്കണം. ജെൻഡർ ചോദിക്കുന്നുണ്ട്, നാഷണാലിറ്റി ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ടൈപ്പ്, നിങ്ങൾ ഏത് പ്രൂഫാണ് കൊടുക്കുക എന്നുള്ളത്. പാൻ കാർഡ് കൊടുക്കാം, സ്കൂൾ ID കാർഡ് കൊടുക്കാം, പാസ്പോർട്ട്, വോട്ടർ ID ഒക്കെ കൊടുക്കാം. വോട്ടർ IDയുടെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഡമ്മി നമ്പറാണ് കൊടുക്കുന്നത്, ഏതായിരുന്നാലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന ID-യുടെ കൃത്യമായിട്ടുള്ള പ്രൂഫ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നിട്ടുള്ള അഡ്രസ്സാണ് ചോദിക്കുന്നത്. ഞാൻ ടീം ഇൻക്യുബേഷൻ അഡ്രസ്സ് കൊടുക്കുകയാണ്.
ഇത് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ആക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൺട്രി, അതുപോലെ തന്നെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിൻകോഡ് തുടങ്ങിയിട്ടുള്ള ഓരോരോ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇതിൽ നിങ്ങൾ ഇമെയിൽ ഐ ഡി ചോദിക്കുന്ന സമയത്ത് ഇമെയിൽ ഐ ഡി വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ബിക്കോസ് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്കാണ് കൺഫർമേഷൻ മെയിലോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ അത്തരം ഡീറ്റെയിൽസ് ഒക്കെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കുക. മൊബൈൽ നമ്പർ കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെ ശ്രദ്ധിക്കാൻ വേണ്ടി പ്രത്യേകം ഓർത്ത് വെക്കുക. ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ പുറത്ത് അക്ഷയ വഴിയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വഴിയോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. പെർമനൻറ്റ് അഡ്രസ്സ് കറക്റ്റ് ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് എന്ന് കൃത്യമായിട്ട് കൊടുക്കുക. എന്നിട്ട് നിങ്ങളൊരു പാസ്വേഡ് ചൂസ് ചെയ്യുക. പാസ്വേഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സ്ട്രോങ് ആവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ നമ്പേഴ്സും അതുപോലെ തന്നെ ഡിജിറ്റ്സും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് സെക്യൂരിറ്റി പിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സബ്മിറ്റ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ആവും എന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, ഓരോരോ ഘട്ടത്തിലും ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് പോകുമ്പം അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു കൺഫർമേഷൻ ചോദിക്കും. ഇത് കൺഫർമേഷൻ എന്തിനാണ് ചോദിക്കുന്നത് വെച്ചാൽ നമ്മളോട് വെരിഫൈ ചെയ്യാനും ക്രോസ് ചെക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വെരിഫൈ ചെയ്യുകയും ക്രോസ് ചെക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുക. അതുകൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, നെയിം കറക്റ്റ് അല്ലേ, ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് അല്ലേ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഇമെയിൽ അഡ്രസ്സ്, പ്രസൻറ്റ് അഡ്രസ്സ്, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ഇതൊക്കെ ചെക്ക് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. എന്നിട്ട് ഹിയർ ബൈ ഡിക്ലെയർ എന്ന് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP ടു മൊബൈൽ. അപ്പോൾ OTP കിട്ടാൻ സാധ്യതയുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണം, ഏതെങ്കിലും ഡമ്മി നമ്പർ കൊടുക്കരുത്. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. അപ്പോൾ OTP വരുമ്പോൾ നമ്മളത് വെരിഫിക്കേഷൻ ഇതായിട്ട് നിങ്ങൾക്കിത് OTP അടിക്കാൻ വേണ്ടി പറയും. OTP വന്നു 012 OTP അടിച്ചു. എന്നിട്ട് ഈ നമ്പർ അടിച്ചു കൊടുക്കുക 5841. ഈ പ്രോസസ് കൂടി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ ഫോമാണ്. അപ്ലിക്കേഷൻ ഫോമിൽ ഇപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗൗട്ട് ചെയ്ത് പോവാം, പിന്നീട് ബാക്കി കണ്ടിന്യൂ ചെയ്താലൊക്കെ മതി. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, നിങ്ങൾ ഏത് കോഴ്സാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അത് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ ഉള്ളത് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ഡാറ്റ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ആവൂ. അപ്പോൾ നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കേണ്ടത്, അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എവിടെയൊക്കെ ഉണ്ട്, BA ഇംഗ്ലീഷ് ആണ് പഠിക്കേണ്ടതെങ്കിൽ BA ഇംഗ്ലീഷ് എവിടെയൊക്കെ ഉണ്ട്, BSc കെമിസ്ട്രി ആണെങ്കിൽ BSc കെമിസ്ട്രി എവിടെയൊക്കെ ഉണ്ട് തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങൾ നിങ്ങൾ കൃത്യമായി നോക്കി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ഇനി അപ്ലിക്കേഷൻ ഫോമിലേക്ക് കടക്കാം. അപ്ലിക്കേഷൻ ഫോമിലേക്ക് പോകുമ്പോൾ നേരത്തെ കൊടുത്ത ഇൻഫർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കാറ്റഗറി ആഡ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ജനറൽ അൺറിസർവ്ഡ് ആണെങ്കിൽ കുഴപ്പമില്ല. OBC, നോൺ ക്രിമിനൽ, SC, ST, EWS കാറ്റഗറിയിൽപ്പെട്ട ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വാലിഡ് ഡോക്യുമെൻറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. OBC PWBD കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഫാദേഴ്സ് ക്വാളിഫിക്കേഷൻ, അതുപോലെ തന്നെ ആനുവൽ ഫാമിലി ഇൻകം, ട്വിൻ ആണോ ചോദിക്കുന്നുണ്ട്. ഡൊമിസൈൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണോ ഉള്ളത് അതവിടെ. ഒരു ഡയബറ്റിക്, നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്ലേസ് ഓഫ് റെസിഡൻസ്, അർബൻ ഏരിയ ആണോ റൂറൽ ഏരിയ ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോഡ് ഓഫ് പ്രിപ്പറേഷൻ, നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അതൊന്നും മാറ്റർ അല്ല. ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണോ ഓൺലൈൻ കോച്ചിങ് ആണോ? അപ്പോൾ നമ്മൾ ഓൺലൈൻ കോച്ചിങ് ആണ്, പെപ്പ് പ്രീമിയർ എൻട്രൻസ് പ്രിപ്പറേഷൻ പ്രോഗ്രാം വഴിയാണ്. അപ്പോൾ ഓൺലൈൻ കോച്ചിങ് എന്ന് കൊടുക്കുന്നു. മീഡിയം ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, നിങ്ങളിപ്പോൾ ഏത് സ്ട്രീമാണ്? ഇപ്പോൾ കേരളത്തിലുള്ള ആളുകളൊക്കെ മിക്കവാറും ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ മലയാളത്തിലാണോ ക്ലാസ് എടുക്കുന്നതെന്നല്ല ചോദിക്കുന്നത്, ക്വാളിഫയിങ് എക്സാമിനേഷൻ്റെ എക്സാം എഴുതിയ സ്ട്രീമാണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ്. പ്രസൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, അത് ക്ലിക്ക് ഇഫ് സെയിം ആസ് പ്രസൻറ്റ് അഡ്രസ്സ് കറക്റ്റാണ്.
ഏതെങ്കിലും കോട്ടയിൽ വരുന്നതാണോ, ബിലോ പോവർട്ടി ലൈൻ ആണോ ചോദിക്കുന്നുണ്ട്. കശ്മീരി മൈഗ്രൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എക്സ് സർവീസ് മാൻ ആണോ ചോദിക്കുന്നുണ്ട്. NCC കോട്ട ക്ലെയിം ചെയ്യാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്പോർട്സ് കോട്ട ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സ്പോർട്സ് കോട്ടൊക്കെ എസ് കൊടുത്താൽ ഏതാണ് കാറ്റഗറി എന്നുള്ളതൊക്കെ ചോദിക്കും. ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കും. അത് യൂണിവേഴ്സിറ്റി എംപ്ലോയി ആണെങ്കിൽ എസ് ആണെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റിയാണ്, ഏത് വാർഡാണ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ എസ് കൊടുത്താൽ അതിനനുസരിച്ച് സബ് ക്വസ്റ്റ്യൻസും സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്നതാണ്. ഇത് സെയിം പ്രോസസ്സ്. ഇത് സെയിം പ്രോസസ്സിൽ ഈ പറയുന്ന സ്വഭാവത്തിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊസീഡ് ടു നെക്സ്റ്റ് സെഷൻ എന്നുള്ളതാണ്. നെക്സ്റ്റ് സെഷനിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസിൽ എങ്ങനെയാണ് വരുന്നത്? 10ാം ക്ലാസ്സിൻ്റെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്. പാസ്ഡ് ആണ്. 10ാം ക്ലാസ് ഏത് വർഷമാണ് പാസ്സായത്? 2021. ഓക്കെ. ക്വാളിഫയിങ് എക്സാമിനേഷൻ 10th or equivalent. പ്ലേസ് ഓഫ് സ്കൂളിംഗ് അർബൻ, റൂറൽ. ഏത് കോളേജാണ്? ഗവൺമെൻറ് സ്കൂളാണോ? ഓക്കെ, ഗവൺമെൻറ് സ്കൂൾ. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏത് കൺട്രി? ഇന്ത്യയിൽ പുറത്താണോ? എക്സാമിനേഷൻ ക്വാളിഫയിങ് സ്റ്റേറ്റ് കേരള. ഓക്കെ. ക്വാളിഫയിങ് എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് കോഴിക്കോട്. ബോർഡ് നെയിം. ബോർഡ് ഇപ്പോൾ നമ്മൾ ബോർഡ് കേരള ബോർഡാണ്. ബോർഡ് ഉണ്ടാവും കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവത്തിൽ ഏതാണോ നമ്മൾ പാസ്സായിട്ടുള്ളത് അത് കൊടുക്കുക. ഈ പറയുന്ന സ്വഭാവത്തിൽ ഏതാണ് സ്കൂളിൻ്റെ പേര് അത് നമ്മൾ കൊടുക്കുക. സ്കൂളിൻ്റെ പിൻകോഡ്, സ്കൂളിലെ റോൾ നമ്പർ, അതുപോലെ തന്നെ എങ്ങനെയാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. റിസൾട്ട് പെർസെൻറ്റേജ് ആണോ അത് ഗ്രേഡ് ആണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാം. അപ്പോൾ പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം മാർക്ക് 1000. 1000ൽ 879. അങ്ങനെയാണെങ്കിൽ എത്രയാണ് പെർസെൻറ്റേജ് എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ കറക്റ്റ് ഇൻഫർമേഷൻ എത്ര എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഗതി. അപ്പിയറിംഗ് ആണെങ്കിൽ ഈ വർഷം 2023 പാസ്സാവുന്ന ആളാണ്. ക്വാളിഫയിങ് എക്സാമിനേഷൻ 12th. ടൈപ്പ് ഓഫ് സ്കൂൾ ഗവൺമെൻറ് സ്കൂളാണ്. എക്സാമിനേഷൻ കൺട്രി ഇന്ത്യ. എക്സാമിനേഷൻ സ്റ്റേറ്റ് കേരള. ബോർഡ് കോഴിക്കോട്. ബോർഡ് നെയിം കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. മറ്റേത് കേരള ബോർഡ് ഓഫ് ഇതായിരിക്കും, കേരള ബോർഡ് ഓഫ് പബ്ലിക് എഡ്യൂക്കേഷൻ ആയിരിക്കും. ഇവിടെ കാണുന്നില്ല, അത് തന്നെ കൊടുത്താൽ മതി. സ്കൂളിൻ്റെ പേര് അതേ സ്കൂൾ തന്നെയാണ്, ABC സ്കൂൾ. സ്കൂളിൻ്റെ പിൻകോഡ്, റോൾ നമ്പർ. ഇത് കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് റിവ്യൂ ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് പ്രൊസീഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 സിറ്റി പ്രിഫറൻസ് കൊടുക്കാം. ഈ സിറ്റി പ്രിഫറൻസ് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് പ്രിഫറൻസ് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ പ്രിഫറൻസ് കൊടുത്ത സ്ഥലത്തേക്ക് ആളുകൾക്ക് കിട്ടാത്ത വർഷമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ പോലും നമ്മൾ പ്രിഫറൻസ് കൊടുക്കാം. ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കേരളത്തിൽ കോഴിക്കോട് കൊടുത്തു, കോഴിക്കോട് കാലിക്കറ്റ് കൊടുത്തു. ഇനി രണ്ടാമത്തെ പ്രിഫറൻസ് കേരളത്തിൽ തന്നെ ഞാൻ വയനാട് കൊടുത്തു. വയനാട് കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിനേഷൻ സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പാണ് വളരെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റിയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതൊരു പ്രശ്നമേ അല്ല. പൊതുവെ കുട്ടികൾ 2 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് മതി നിർത്തുക പോവാം എന്നുള്ള സ്വഭാവത്തിൽ ആളുകൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എത്ര യൂണിവേഴ്സിറ്റിയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അതിനൊന്നും തടസ്സമില്ല. അതുകൊണ്ട് പരമാവധി യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും പേരും അലിഗഡ് യൂണിവേഴ്സിറ്റി മുതൽ ഇങ്ങ് താഴെ ആൽഫബറ്റിക് ഓർഡറിൽ വിവേകാനന്ദ, ഗ്ലോബൽ യൂണിവേഴ്സിറ്റി, പ്രൈവറ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി അടക്കം, ഡീംഡ് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ അടക്കമുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സാമ്പിളായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ മാത്രം സെലക്ട് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലെ BVoc, BA ഓണേഴ്സ്, സാൻസ്ക്രിറ്റ് കോളേജ്, BA ഹിന്ദി, BSc ഹോം സയൻസ് ഒക്കെ എടുക്കണം എന്ന് എഴുതുക. BVoc കോഴ്സ് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആഡ് കൊടുത്താൽ, BVoc കോഴ്സിന് അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ ഫാഷൻ ഡിസൈൻ ആൻഡ് ഗാർമെൻറ്റ് ടെക്നോളജി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് എഴുതേണ്ടത്. കൃത്യമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, CUETയുടെ വെബ്സൈറ്റിന് പുറമെ അതത് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് കൂടി പ്രത്യേകം നിങ്ങൾ നോക്കേണ്ടതാണ്. കാരണം എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കഴിഞ്ഞാൽ ഫൈനൽ വേർഡായി പരിഗണിക്കുക ഓരോരോ യൂണിവേഴ്സിറ്റികളും അവരുടെ നോട്ടിഫിക്കേഷനിൽ അവരുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡാറ്റയാണ്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ എലിജിബിലിറ്റി പറയുന്നുണ്ട്. ഇനി ഇത് റിമൂവ് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, വേണമെങ്കിൽ റിമൂവ് ചെയ്യാം.
ഞാൻ വേറൊരു കോഴ്സ് എടുക്കുകയാണ്, അവിടെ തന്നെ പ്രൊഡക്ഷൻ ടെക്നോളജി എടുക്കുകയാണെങ്കിൽ ആഡ് ചെയ്താൽ ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റുമാണ് വേണ്ടത്. ഇനി എനിക്ക് വേറൊരു ഒരു ഒരു കോഴ്സിനൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പ്രോഗ്രാം ഈ പറഞ്ഞ പോലെ തന്നെ അടുത്തൊരു കോഴ്സ് ഞാൻ ആഡ് ചെയ്യാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലെ ഈ BSc കെമിസ്ട്രി ഞാൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് ആഡ് ചെയ്യാം. BSc കെമിസ്ട്രി ആഡ് ചെയ്യുമ്പം എൻ്റെ ജനറൽ ടെസ്റ്റ് മാറിയിട്ട് എന്താവുമെന്ന് നോക്കൂ. ഫിസിക്സ് വേണം, കെമിസ്ട്രി വേണം, മാത്സ് ഓർ ബയോളജി എന്നുള്ള ഓപ്ഷനിലേക്കാണ് വരുന്നത്. ഇങ്ങനെ മൾട്ടിപ്പിൾ സ്വഭാവത്തിലേക്ക് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെയ്യാം, ചെയ്യുന്നതിനൊന്നും പ്രശ്നമില്ല. ഒരു കുട്ടി ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ജനറൽ ടെസ്റ്റും എഴുതുകയാണെങ്കിൽ ഈ പറയുന്ന 2 യൂണിവേഴ്സിറ്റികളിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ BVOCും ഒരു യൂണിവേഴ്സിറ്റിയിൽ BSc കെമിസ്ട്രിയും ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡൽഹി യൂണിവേഴ്സിറ്റി, ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്, അങ്ങനെ പല പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് മ്യൂസിയോളജി എടുക്കാൻ വിചാരിക്കുകയാണെങ്കിൽ ആഡ് ചെയ്താൽ അതിൽ കൃത്യമായി പറയുന്നുണ്ട് ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി എന്നത്. അങ്ങനെ ഓരോരോ കോഴ്സിനും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഞാൻ BA ജർമ്മൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ നിന്നും സെക്ഷൻ 1A നിന്ന് ഇംഗ്ലീഷിൽ നിന്നും സെക്ഷൻ 3 നിന്നും ജനറൽ ടെസ്റ്റുമാണ് വേണ്ടത്. അപ്പോൾ അത് പ്രധാനപ്പെട്ട സംഗതിയാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഓരോരോ യൂണിവേഴ്സിറ്റികൾ, മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി, മേവാർ യൂണിവേഴ്സിറ്റി, നിക്മർ യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട കോഴ്സാണ് MA പ്രോഗ്രാമിന് അപ്ലൈ ചെയ്ത് അതിന് ജനറൽ ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് പരമാവധി ജനറൽ ടെസ്റ്റ് കൊണ്ട് രക്ഷപ്പെടാൻ സാധിക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയും നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. അപ്പം ഒരു പിശുക്കും വേണ്ട. നിങ്ങൾക്ക് 10, 20, 30, 40 യൂണിവേഴ്സിറ്റിയിൽ ഓരോരോ യൂണിവേഴ്സിറ്റിയിലും വെവ്വേറെ കോഴ്സുകൾ കൊടുത്താലും ഒന്നും പ്രശ്നമല്ല. ഇതിനൊന്നും പ്രത്യേകിച്ച് ചിലവില്ല. നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്താലും 5 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്താലും 10 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്താലും ഈ പറഞ്ഞ സ്വഭാവത്തിൽ 40 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്താലും ഒക്കെ നമുക്ക് ഒരേ എക്സ്പെൻസ് ആണ് ഉണ്ടാവുക. അത് നിങ്ങളുടെ സബ്ജക്ട് സെലക്ഷൻ അനുസരിച്ചായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്, അടുത്ത സെക്ഷനിലേക്ക് പോവാം. നമുക്ക് പ്രോഗ്രാം സെലക്ഷൻ പ്രിവ്യൂയിലേക്ക് പോവാണ്. ഇനി പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്ന സ്വഭാവത്തിൽ നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കുന്ന സമയത്ത് ഇതിൽ സബ്ജക്ട് സെലക്ഷൻ ആണുള്ളത്. സബ്ജക്റ്റിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. ഇനിയിപ്പോൾ മലയാളം സെലക്ട് ചെയ്യണമെങ്കിൽ മലയാളം സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് അക്കൗണ്ടൻസി സെലക്ട് ചെയ്യാം. 10 സബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യാം. ഓരോരോ സബ്ജക്റ്റും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പെർഫോമിംഗ് ആർട്സ് സെലക്ട് ചെയ്യാം, മാസ് മീഡിയ, ലീഗൽ സ്റ്റഡീസ്. അതുപോലെ തന്നെ ഒരു സബ്ജക്റ്റ് ഒരു പ്രാവശ്യം മാത്രമേ സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുപോലെ തന്നെ സോഷ്യോളജി സെലക്ട് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ മീഡിയം ഏത് പേപ്പറിൽ ഏത് വിഷയത്തിലും ഏത് ഭാഷയിലാണ് നിങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് സേവ് ചെയ്യാം. അത് സേവ് ചെയ്തതിന് ശേഷം ഇതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നോട്ട് അപ്ലിക്കബിൾ എന്ന് കൊടുക്കണം. നോട്ട് അപ്ലിക്കബിൾ കൊടുത്തിട്ട് അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഇപ്പോൾ ജനറൽ ടെസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജനറൽ ടെസ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ കൊടുക്കാം. അങ്ങനെയൊക്കെ പോയിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണോ ഫീസ് വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറയും. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഫോട്ടോ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കേണ്ടി വരും, കാറ്റഗറി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്നിനും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫേസ് കൃത്യമായി കാണുന്ന സ്വഭാവത്തിലുള്ള ഫയലുകൾ കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഫോർമാറ്റൊക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫീ പേയ്മെൻ്റ് ആണ് ഉണ്ടാവുക നെക്സ്റ്റ് സെക്ഷന്. ഫീ പേയ്മെൻറ്റ് കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി എന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ പ്രോസസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതുള്ളത്. അപ്പോൾ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ, CUT നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിലുള്ള ഏതൊക്കെ സബ്ജക്റ്റാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതും ഏതൊക്കെ യൂണിവേഴ്സിറ്റി ആണെന്നുള്ളതൊക്കെ നോക്കുക. എന്നിട്ട് വളരെ ശ്രദ്ധാപൂർവ്വം വളരെ ജാഗ്രതയോടുകൂടി ആപ്ലിക്കേഷൻ പ്രോസസ്സിലേക്ക് പോവുക. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പെപ്പിൻ്റെ CUT അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്കിനെ കോൺടാക്ട് ചെയ്യുകയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.